بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നമ്മെയും ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു വരുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സത്യസന്ധമായ രഹസ്യവും പരസ്യവും ഒരേപോലെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായി തീരണമേ എന്ന് എന്നോടും നിങ്ങളോടും ആദ്യം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. കുറച്ച് നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു സാഹചര്യങ്ങളും സന്ദർഭമൊക്കെ അനുകൂലമാക്കി തന്ന റബ്ബിനെ ആദ്യമേ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മൾ അവസാനമായി സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജിലെ 2 ക്ലാസ്സുകളിലായിക്കൊണ്ട് 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും. ഇൻഷാ അല്ലാഹ് 11 മുതലുള്ള വചനം നമുക്ക് ഇന്ന് എടുക്കാം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യത്തെ 4-5 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ. യൗമി സാധാരണ എല്ലാ സ്ഥലത്തും യൗമ ആണ് വന്നത്, ഇവിടെ യൗമി ആണ്. അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. യൗമി ഇദിൻ, യൗമി ഇദിൻ ബിബനി. അവിടെ തൻവീനിനെ നൂനിൻ്റെ സൗണ്ട് നമ്മൾ മീമിൻ്റെ സൗണ്ടാക്കി മാറ്റണം. യൗമി ഇദിൻ ബിബനീഹ്, അങ്ങനെ. പിന്നെ വസ്വാഹിബത്തിഹി വ അഖീഹ് വ ഫസ്വീലത്തിഹി ലത്തി തുഅ്വി. തുഅ് ആണ്, തുഅ് ഐനാക്കി ഉച്ചരിക്കരുത്. പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഐനിന് അല്ല പ്രൊണൗൺസ് ചെയ്യേണ്ട, അലിഫാണ് ഉച്ചരിക്കേണ്ടത്. തുഅ്വീഹ്, തുഅ്വീഹ്, അങ്ങനെയാണ്. വമൻ ഫിൽ അർളി, വമൻ ഫി എന്നുള്ളത് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി ഓതേണ്ടത്. വമൻ ഫിൽ അർളി ജമീഅൻ, അവിടെയും അവ്യക്തമാക്കി മണിക്കണം. സുമ്മ എന്നുള്ള മീമിനെ ഷദ്ദുള്ള മീമാണ്, അത് മണിച്ചോദനം. യൂജി, അവിടെയും ഇഖ്ഫ ആണ്, അവ്യക്തമാക്കിയിട്ട് മണിക്കേണ്ടതാണ്. യൂജി, അങ്ങനെ. കല്ല ഇന്നഹ ലളാ, കല്ല ചെറിയ മദ്ദുണ്ട്. ഇന്നഹ ഷദ്ദുള്ള നൂന് മണിച്ചോദനം. ലളാ, ലളാ ആണ് ലാസ്റ്റ് വരുന്നത്. ലളാ നീട്ടി വഖഫ് ചെയ്യാം. നസ്സാഅത്തൻ ലിശ്ശവ, തൻ എന്നുള്ള തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതില്ല. നസ്സാഅത്തൻ ലിശ്ശവ ചേർത്തി, അവിടെ തല്ലി എന്നുള്ളത് ചേർത്തി ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടി ഓതാം, ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. യുബസ്വറൂനഹും
അവിടെ വേണമെങ്കിൽ നിർത്തട്ടോ. ജീമ് കാണുന്നില്ലേ അവിടെ? ജായിസാണ്, നിർത്തൽ അനുവദനീയമാണ്. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്. ശബ്ദത്തിലാണ് നിർത്തേണ്ടത്. വസ്വാഹിബതിഹി വഅഖീഹ് വഫസീലതിഹി അല്ലതി തുവീഹ് വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹ് കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ. അങ്ങനെയാണ് ഓതേണ്ടത്. ഓതുമ്പം ശ്രദ്ധിച്ച് ഓതുക, തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതുക. ഹിഫ്ള് ചെയ്യുന്ന സമയത്തും നമ്മുടെ തജ്വീദ് നിയമങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയിട്ട് തന്നെ അത് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഹിഫ്ള് ചെയ്യാനും ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറ്റാൻ പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഅ, വരാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു. എന്താണ്? അവർക്കൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും ഒക്കെ അവർ കളിയാക്കുന്ന അങ്ങനത്തെ ഒരു സമയമില്ല, അങ്ങനത്തെ ഒരു ദിവസം വരാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരിങ്ങ് ധൃതിയാക്കുന്നതും ചോദിച്ചു കൊണ്ടിരിക്കുന്നതും. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ, പിന്നെ സംഭവിച്ചാലോ അവരെ കൊണ്ട് അത് തടയാനോ ഒന്നിനും അവരെ കൊണ്ട് പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിനെക്കുറിച്ചും അതിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളതിനെ വളരെ വിദൂരമായി കാണുന്നെങ്കിലും വളരെ അടുത്താണ് എന്നതിനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു. ആകാശവും അതേപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ അതിൻ്റെ നിലവിലുള്ള അവസ്ഥ മാറ്റത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. ആ സമയത്ത് ഒരാളും ഒരു വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഉറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ബന്ധുവിനോട് യാതൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഒന്നും അവരെ കൊണ്ട് കഴിയില്ല, അവർ ശ്രദ്ധിക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു ആ സമയത്തുള്ള ഭയാനകമായ ഭീതിതമായ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ശേഷമുള്ള ആയത്തിലൂടെയും അള്ളാഹു സൂചിപ്പിക്കുന്നത്. യുബസ്വറൂനഹും, ബസ്വറ യുബസ്വിറു എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുന്നതിനാണ് പറയുക. ബസ്വറ യുബസ്വിറു. യുബസ്വറൂന അവർക്ക് കാണിക്കപ്പെടും. യുബസ്വറൂന എന്ന് വെച്ചാൽ അവർക്ക് കാണിക്കപ്പെടും. ഹും അവർക്ക് അവരെ കാണിച്ച് കൊടുക്കപ്പെടും. ആർക്ക്? ആരെയാണ്? ഈ പറഞ്ഞ ഈ ബന്ധുക്കളെ അവരെന്തുകൊണ്ടാ ബന്ധുക്കൾ പരസ്പരം ഒന്നും ചോദിക്കാതെ? അവരെ കാണാത്തത് കൊണ്ടല്ല. അതേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അവരെ പരസ്പരം കാണാത്ത സാഹചര്യം അവരെ കാണിച്ചു കൊടുക്കും അല്ലാഹു. യുബസ്വറൂനഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സുബ്ഹാനഹു വ തആല അവരെ കാണിച്ചു കൊടുക്കും. ബന്ധുക്കളെ അവർ കാണും. ആ സമയത്ത് കണ്ടാൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല? ഒരാളും ഒരാൾക്ക് വേണ്ടിയും ഒന്നും ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ സഹായിക്കാനോ ഒട്ടും കഴിയില്ല എന്നുള്ളതാണ്. ആ സമയത്ത് യവദ്ദുൽ മുജ്രിമു, വദ്ദ യവദ്ദു എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നതിനാണ് പറയാം. വദ്ദ യവദ്ദു, ആഗ്രഹിക്കുക, മോഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വദ്ദ യവദ്ദു. യവദ്ദുൽ മുജ്രിമു, മുജിരിം എന്ന് വെച്ചാൽ കുറ്റവാളിക്കാണ് പറയാം. മുജിരിം, അജ്റമ യുജ്രിമു, മുജിരിം, കുറ്റം ചെയ്ത ആളുകൾക്കാണ് നമ്മൾ കുറ്റവാളികൾ എന്ന് പറയുന്നത്. അപ്പൊ യവദ്ദുൽ മുജ്രിം എന്ന് പറയുമ്പോൾ കുറ്റവാളികൾ ആഗ്രഹിക്കും എന്നാണ്. കുറ്റവാളികൾ ആഗ്രഹിക്കും. ലൗ 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 എന്ന് വെച്ചാൽ എന്താണ്? ആയെങ്കിൽ, ആയിരുന്നെങ്കിൽ എന്നൊക്കെയാണ്. ലൗ എന്നുള്ള പദം നിങ്ങൾ പറയരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു. നമ്മൾ സാധാരണ പറയൂലേ, ഞാൻ അന്ന് ആ കോഴ്സിന് പോകണ്ടായിരുന്നു, എന്നും എൻ്റെ അങ്കിൾ അത് പറഞ്ഞത് മറ്റേ കോഴ്സിന് പോകാൻ, അല്ലേ മറ്റൊരു ഇന്നൊരു പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അവിടെ എത്തി ഇവിടെ എത്തി, അങ്ങനെ നമ്മൾ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. ഞാൻ അന്ന് പോയാൽ മതിയായിരുന്നു. ഞാൻ ഡിസംബറിൽ
വെക്കേഷനിൽ പിന്നെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ മറ്റേ വെക്കേഷനിൽ തന്നെയാണ് പോവേണ്ടിയിരുന്നത്. അങ്ങനെ ഓരോ നമ്മൾ ആയിരുന്നെങ്കിൽ എന്നുള്ള രൂപത്തിൽ ലവ് വെച്ചുകൊണ്ട് പറയുന്നത് അത് ശരിക്കും പാടില്ല എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറ്റവാളികളായ ആളുകൾ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ലവ് യഫ്തദി, അവര് ഇഫ്തദ യഫ്തദി എന്ന് വെച്ചാൽ ഫിദിയ നൽകുന്നതിനാണ് പറയാം, പ്രായശ്ചിത്തം നൽകുക, അതേപോലെ തന്നെ മോചനം നേടുക. ഇതിനൊക്കെയാണ് എന്ത് പറയാ, ഇഫ്തദി എന്ന് പറയുന്നത്. രക്ഷപ്പെടാനുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിദിയ കൊടുക്കുക. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പല തെറ്റുകൾക്കും പല ഫിദിയകളും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൊടുത്താൽ ആ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ളത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കുറ്റവാളികളായ ആളുകൾ അവരാഗ്രഹിക്കുകയാണ് ഫിദിയ കൊടുക്കാൻ വേണ്ടി. മിൻ അദാബി, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ഫിദിയ കൊടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. യൗമി ഇതിൻ, അന്നത്തെ ദിവസം. അപ്പൊ അന്നത്തെ ദിവസം ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി കുറ്റവാളികൾ ആഗ്രഹിക്കുകയാണ്. ശരിക്ക് ആ പരസ്പരം ആ ബന്ധുജനങ്ങളെയൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുബസ്വറൂനഹും, അവർക്ക് അവരെ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യവും അന്ന് നിലവിലുണ്ട്. അപ്പൊ ആരെയാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് തന്നെ അള്ളാഹു പറയാം, ബി ബനീഹ്, മക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തുകൊണ്ട്, പ്രായശ്ചിത്തമായി കൊടുത്തുകൊണ്ട്, ഫിദിയ കൊടുത്തുകൊണ്ട് ഈ അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വാഹിബത്ത് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് സഹവസിക്കുന്ന ആളാണ്. അതാണ് സാഹിബത്ത് എന്ന് പറഞ്ഞത്. അവിടെ ഭാര്യ എന്നാണ്, സഹധർമ്മിണി എന്നുള്ള അർത്ഥമാണ് അവിടെ പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നത്. വസ്വാഹിബത്തിഹി, അവൻ്റെ ഭാര്യയെ, അവൻ്റെ ഇണയെ, ഭാര്യ തന്നെ സഹധർമ്മിണി എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. വ അഖീഹി, അതേപോലെ തന്നെ അവൻ്റെ സഹോദരന്, അഖുൻ സഹോദരൻ, അഖീഹി അവൻ്റെ സഹോദരൻ. അപ്പോൾ ബി ബനീഹി അവൻ്റെ മക്കളെ, വ സ്വാഹിബത്തിഹി അവൻ്റെ ഭാര്യയെ, സഹധർമ്മിണിയെ, വ അഖീഹി അവൻ്റെ സഹോദരനെ, വ ഫസ്വീലത്തിഹി അവൻ്റെ ഫസ്വീലത്ത് ഏറ്റവും അടുത്ത കുടുംബക്കാർക്കാണ് ഫസ്വീലത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫസ്വീലത്തിഹി അവൻ്റെ കുടുംബക്കാരെയും, അല്ലത്തി എങ്ങനെയുള്ള കുടുംബക്കാരാണ്, തുവീഹി അവന് അഭയം നൽകുന്നതായ. അപ്പോൾ അവന് സങ്കേതം, അവന് രക്ഷാസങ്കേതം, അവന് അഭയം നൽകുന്നതായ ബന്ധുക്കളെ കൊണ്ടും അവരെ കൊണ്ടും ഫിദ്യ കൊടുക്കാൻ. പിന്നെ ആവ എന്നുള്ളതാണ് അതിൻ്റെ ഈ തുവി എന്നുള്ളതിൻ്റെ പദത്തിൻ്റെ അർത്ഥം കേട്ടോ. തുവി എന്നുള്ളത് അതിൻ്റെ വെർബ് അതാണ് ആവ. അതേപോലെ ആവ യു ആവി എന്നുള്ളതാണ് അഭയം നൽകുന്നതിന് പറയാം. ആവ എന്നുള്ളത് ആവ, അലിഫിട്ടിട്ട് വാവിട്ടിട്ട് യാ കൂടി എഴുതുക, ആവ അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഫസ്വീലത്തിഹില്ലത്തി തുവീഹ് അവന് അഭയം നൽകുന്നതായ അവൻ്റെ ബന്ധു ജനങ്ങളെ കൊണ്ടു. വമംഫിൽ അർദ്, അല്ല ഭൂമിയിലുള്ള ജമീഅൻ എല്ലാ ആളുകളെ കൊടുത്തെങ്കിലും. സുമ്മ പിന്നെ യുൻജി അവനെ, അതാണ് അഞ്ച എന്നുള്ളത്. അഞ്ച യുൻജി എന്ന് വെച്ചാൽ രക്ഷപ്പെടുന്നതിനെ പറയാം. അഞ്ച യുൻജി രക്ഷപ്പെടുത്തി, അഞ്ച യുൻജി. അപ്പോൾ ഭൂമിയിലുള്ള വമം ഫിൽ അർദ് ജമീഅൻ ഭൂമിയിലുള്ള എല്ലാവരെ കൊണ്ടും സുമയുംജി അവരെ കൊടുത്തെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി. പറഞ്ഞതിനർത്ഥം പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് കുറ്റവാളികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഫിദിയ കൊടുക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വന്തം മക്കളെ കൊടുത്ത്, അതേപോലെ തന്നെ പിന്നെ ഭാര്യയെ കൊടുത്ത്, കുടുംബക്കാരെ കൊടുത്ത്, സഹോദരങ്ങളെ കൊടുത്ത്, ഭൂമിയിലുള്ള ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊടുത്തിട്ട് സ്വന്തം ശരീരം രക്ഷപ്പെടുന്നതിന് വേണ്ടി കുറ്റവാളികളായ ആളുകൾ യവദ്ദുൽ മുജ്രിം എന്നാണ്, മുജ്രിമീങ്ങൾ ആഗ്രഹിച്ചു പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭയാനകത എത്രമാത്രമാണുള്ളത്. നമുക്ക് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുക എന്ന് പറയുമ്പോൾ
എന്തായിരിക്കും അല്ലേ? ഒരു ഏത് തരത്തിലും പിന്നെ നമ്മളൊക്കെ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം തന്നെ നമ്മൾ ചെറിയ മക്കളൊക്കെ പ്രത്യേകിച്ച് മക്കൾക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുക. മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് പിന്നെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ബേജാറ് കൊണ്ട്. ഇപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പുറപ്പെട്ട് അവർ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ അവരവിടെ എത്തി, അവിടെ നിന്ന് എത്തി ഫോൺ ചെയ്യുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. നമ്മളിങ്ങനെ അന്വേഷിച്ചും വിളിച്ചും കൊണ്ട് നോക്കും അല്ലേ? അതേപോലെ തന്നെ പല നിയമങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം നമ്മളൊക്കെ ജീവിതം കഴിഞ്ഞ് നമ്മൾ മക്കളൊക്കെ അവസ്ഥ എന്താ എന്ന് നമ്മൾ ഓരോ കാര്യത്തിലും പറയും. ഇപ്പോൾ പൗരത്വ ബില്ല് വരുന്ന സമയം ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ മക്കൾ അത്രമാത്രം അത്രയും സ്നേഹിക്കുന്ന മക്കൾക്ക് വളരെ ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ ചെറുതായി ഒന്ന് കരയുമ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രമാണ് വേദനിക്കുന്നത്, പ്രയാസപ്പെടുന്നത് അല്ലേ? മക്കളെ അവർക്ക് ചെയ്യുന്ന ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും പിന്നെ ഒരു ചെറിയ കുഞ്ഞിന് പോയി നമ്മളൊരു വാക്സിൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സുന്നത്ത് കർമ്മം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കാത് കുത്തുന്ന സമയത്ത്, അതൊക്കെ അവർ അനുഭവിക്കുന്ന ചെറിയ വേദനകളാണ്. പക്ഷേ അതുപോലും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ നോക്കിക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമ്മൾ വേറെ ആർക്കുണ്ടെങ്കിലാണ് കുട്ടികളെ മടിയിൽ വെച്ച് കൊടുക്കാനൊക്കെ പറയുക, ഡോക്ടറെ അടുത്ത് ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ അള്ളാഹു പറയാണ്. അള്ളാഹു ഇനി എന്താണ് പറയേണ്ടത്? അതിൻ്റെ ഭീകരാവസ്ഥ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരൊറ്റ ഒരു പദം തന്നെ മതി നമുക്ക് അതിൻ്റെ ആ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരൊറ്റ ആയത്ത് തന്നെ മതി. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനീഹ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ വസ്വാഹിബത്തിഹി, സഹധർമ്മിണിയായിട്ടുള്ള ഭാര്യയെയും കൊടുക്കുകയാണ്. പിടിച്ചൊന്ന ഭാര്യനെ തന്നാലും ഒന്ന് അള്ളാഹു എന്നെ നീ രക്ഷപ്പെടുത്ത്, മക്കളെ ഞാൻ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, എൻ്റെ അഹ്ൻ എൻ്റെ സഹോദരനെ ഞാൻ തരാം, എന്നാലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഇതാ എന്നെ എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിക്കുന്ന എൻ്റെ കുടുംബക്കാരുണ്ട്. എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം അല്ലേ നമ്മളെ കുടുംബക്കാരെയാണ് വിളിക്കുക. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മെ ഒരുപക്ഷെ സംരക്ഷിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് പിന്നെ സമയം ചെലവഴിക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന കുടുംബക്കാരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അവരെ കൊടുത്തിട്ടും ഭൂമിയിലുള്ള ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസമാണ് അത് എന്ന് അള്ളാഹു പറയുന്നു. എന്നാൽ കല്ല, വേണ്ടട്ടോ, ഇന്നഹ, തീർച്ചയായും അത്, ലവാ, ലവാ, അത് ആളിക്കത്തുന്ന നരകം ആകുന്നു. ആളിക്കത്ത്, ലവാ എന്നുള്ളത് ശരിക്കും നരകത്തിന്റെ പേരുകളാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ പദങ്ങൾ നരകത്തെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. നാറ് എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്നത്, നാർ, തീ എന്നുള്ള, നരകം എന്നുള്ള നമ്മൾ പറയും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു ജഹന്നം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ലവാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സഖർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സഈർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഹുതമ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തം. അതേപോലെ ഹാവിയ എന്നുള്ള പദം, അങ്ങനെ 7-8ഓളം പേരുകൾ നരകത്തെ പേരുകൾ. അതിൻ്റെ ഓരോ പേരുകളെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഭയാനകത നമുക്ക് മനസ്സിലാവും. പക്ഷെ ശരിക്കും ആളിക്കത്തുന്ന ആ നരകത്തിന്റെ അവസ്ഥക്കാണ് ലവാ എന്ന് പറയുന്നത്. കല്ല, വേണ്ട, നിസ്സംശയം, ഇന്നഹ, തീർച്ചയായും അത്, ലവാ, അത് ആളിക്കത്തുന്നതാകുന്നു, ആളിക്കത്തുന്ന നരകമാകുന്നു എന്നർത്ഥം. നസ്സാഅത്തൻ ലിശ്ശവാ, അതേപോലെ തന്നെ നസ്സാഅത്ത്, എന്ന് വെച്ചാൽ ഊരിയെടുക്കുന്ന എന്ന് പറയാം, നീക്കം ചെയ്യുക, ഊരിയെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ നസ്സാഅത്തൻ, അത് ഊരിയെടുക്കുന്നതാണ്. എന്ത്? ലിശ്ശവ, തലയുടെ തൊലിക്കാണ് ഷവ എന്ന് പറയുന്നത്. ഇപ്പൊ തലയുടെ തൊലി ഉരിച്ചു കളയുന്ന, ഊരിയെടുക്കുന്ന അത്രയും ഭയാനകമായ നരകമാകുന്നു ലള എന്നുള്ളത്. അതാണ് ലള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയുള്ള ആ നരകത്തെ കുറിച്ച് ശരിയായ ഒരു പേടിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ എല്ലാ തലങ്ങളും അവൻ സൂക്ഷ്മത പുലർത്തുമെന്നുള്ളതാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ അവൻ്റെ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ഒക്കെ തന്നെ പരസ്പരം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ ഈ കത്തിക്കുന്ന ലവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കത്തിജ്വലിക്കുന്ന ആ ജ്വാലയുള്ള നരകാഗ്നി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുമെന്ന് പറയുന്നു.
അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭീകരമായ ആ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഭയാനതയെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്ന് മനുഷ്യർ ജനിച്ചതുപോലെ ഉണ്ടാവുക, നഗ്നപാതനായിക്കൊണ്ട് ചെരുപ്പ് ധരിക്കുക, ചപ്പൽ ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ, അവനെ ആണും പെണ്ണും എല്ലാം അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ അത് എങ്ങനെയാണ് റസൂൽ, ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ ഇങ്ങനെ വസ്ത്രവും ധരിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ, നീ എന്താണ് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? നീ എന്താ ചിന്തിച്ചത്? എന്താണ് നീ ആ പരലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നീ മനസ്സിലാക്കാത്തത്? എന്താ ഒരു മനുഷ്യനോ ഒരു മനുഷ്യനെ ആലോചിക്കാനോ ചിന്തിക്കാനോ നോക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം. അതാണ് സൂറത്തുൽ അബസയിൽ പറയുന്നത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി എന്ന് പറയുന്നത്. ഓരോരുത്തരും മാതാപിതാക്കൾ മക്കളെ, മാതാപിതാക്കളെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അങ്ങനെ എല്ലാവരും പരസ്പരം വിട്ട് ഓടിപ്പോവുകയാണ്. ആരെയും മൈൻഡ് ചെയ്യാത്ത, ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അള്ളാഹ് പറയാ, ഓരോരുത്തർക്കും ഓരോരുത്തരെ കാര്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ചിന്തിക്കാൻ. ഇപ്പൊ ഒരാളെ നഗ്നത നോക്കാനോ കാര്യങ്ങളൊന്നും ആ സമയം നടക്കൂല. നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സാധാരണ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഒരുപാട് സമയമൊക്കെ ചെലവഴിക്കുന്ന ആളുകളുണ്ടാവും, സഹോദരിമാരുണ്ടാവും, അല്ലെങ്കിൽ പലരും സഹോദരന്മാരൊക്കെ തന്നെ. പക്ഷേ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കയറ്റുന്നത് വളരെ ക്രിട്ടിക്കൽ ആയ ഒരവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ ആരാണ് നമ്മുടെ മുഖവും നമ്മുടെ വസ്ത്രവും നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന ആരെങ്കിലും, അല്ലേ? നമ്മൾ സിസേറിയൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ സഹോദരിമാരെ കൊണ്ടുപോവാണ്. ആ സമയത്ത് ആരാണ് എങ്ങനെയെങ്കിലും ആ ഒരു അപകട നില തരണം ചെയ്യാൻ വേണ്ടി മനസ്സ് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ഏതോ തലത്തിലാണ് ഉണ്ടാവുക. നമ്മളെ ശരീരമൊന്നും നമുക്ക് നോക്കാനൊന്നും കഴിയൂല. അത്രയും ടെൻഷൻ വേറെ ഇതുണ്ട്. അതിലും വലിയൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പൊ അതാണ് പരലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പറഞ്ഞതിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നത്. ശരിക്കും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ, ബേജാറും ഉണ്ടാക്കേണ്ട ആയത്തുകളാണ് ഈ നമ്മളിപ്പോൾ ഓതിയ ആയത്തുകളൊക്കെ. പ്രിയപ്പെട്ടവരെ, സത്യമാണ്, അന്നാറു ഹഖുൻ അൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നമ്മൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ, അല്ലെങ്കിൽ അതിന്റെ വള്ളിയേക്കാൾ, ചെരുപ്പ് എത്രത്തോളം നമ്മൾ അടുത്ത്, അതിനേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ് സ്വർഗവും നരകവും ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കൂടുതൽ കൂടുതൽ ദീനിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ സമയമാണെങ്കിലും നമ്മൾ ഈ ഒരു സമയം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആൻ പറയുന്നത് എന്തോ അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും കേൾക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൽമുൻ അതേപോലെ തന്നെ ഈമാനും രണ്ടും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹി ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.